ഞാൻ ശ്രീ കെ വി തോമസിലേക്ക് വന്നു. ശ്രീ കെ വി തോമസ്, ഇന്ന് താങ്കൾ ആ ലേഖനം വായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ പോഡ്കാസ്റ്റിനെ ആധാരമാക്കിയ ലേഖനം വായിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ പ്രതീക്ഷ. അതിൽ ശശി തരൂർ ഒരു കോൺഗ്രസ്സുകാരൻ പറയുന്ന ഭാഷയിലല്ല സംസാരിക്കുന്നത്. അദ്ദേഹം എന്താണ് മനസ്സുകൊണ്ട് കോൺഗ്രസ് വിട്ട അല്ലെങ്കിൽ മറ്റെന്തോ ഒരു തീരുമാനമെടുത്ത ഒരാൾ സംസാരിക്കുന്ന മട്ടിലാണ് സംസാരം. രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് തൊട്ട് മുൻപെടുത്ത പോഡ്കാസ്റ്റ് ആണെന്ന് പറയുമ്പോൾ അതിനുശേഷവും ഏതെങ്കിലും തരത്തിൽ അത് തിരുത്താൻ തരൂർ തയ്യാറാവുന്നില്ലെന്ന് മാത്രമല്ല, രാഹുൽ ഗാന്ധിയുമായി സംസാരിച്ചിറങ്ങിയ ശേഷം അദ്ദേഹം നിലപാടിൽ ഈ പറഞ്ഞ കേരളത്തിലെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ കാര്യത്തിലൊക്കെ അദ്ദേഹം നിലപാട് ഉറച്ചു നിൽക്കുകയാണല്ലോ. അങ്ങയുടെ വഴിയിൽ കൂടെയാണോ തരൂരിന്റെ സഞ്ചാരം, ശ്രീ കെ വി തോമസ്? ശശി തരൂർ ഒരു എഴുത്തുകാരൻ, ഡിപ്ലോമാറ്റ് എന്നീ നിലകളിലൊക്കെ പ്രസിദ്ധനാണ്. അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരൻ എന്ന നിലയിൽ താഴെത്തട്ടിൽ നിന്ന് വന്ന ഒരാളല്ല, പക്ഷെ അംഗീകരിക്കപ്പെടുന്ന ഒരാളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം 1968 കുമ്പളങ്ങിയിലെ 7ാം ബൂത്തിൻ്റെ പ്രസിഡൻ്റായി രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി DC പ്രസിഡൻറ്റും KPC ട്രഷററും ഒക്കെ ആയ ആളാണ്. ശശിധരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെ ഒരു പാർട്ടിയുടെ ചട്ടക്കൂടിനുള്ളിൽ മാത്രം ഒതുക്കി നിർത്താൻ കഴിയില്ല. അദ്ദേഹം ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടി അംഗീകരിച്ചത്. 2009 ഞാൻ അദ്ദേഹത്തെ ആദ്യമായി കാണുന്നത് ടെൻജൻപത്തിൽ സോണിയാജിയുടെ മുമ്പിൽ വെച്ചാണ്. അവിടെ വെച്ചാണ് ഇദ്ദേഹം തിരുവനന്തപുരത്ത് മത്സരിക്കുന്നു എന്നറിയുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പാർട്ടി പ്രവർത്തകൻ എന്നപ്പുറത്ത് അദ്ദേഹം ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരാളാണ്. നല്ലൊരു പ്രാസംഗികനാണ്, നല്ലൊരു പാർലമെൻറ്റേറിയനാണ്. ആ നിലയിലാണ് അംഗീകാരമാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തോട് ഡീൽ ചെയ്യുമ്പോൾ കുറേ കൂടി ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവണം. ഒരു പാർട്ടിക്കാരനോട് പെരുമാറുന്നത് പോലെ കോൺഗ്രസ് നേതൃത്വം ശശി തരൂരിനോട് പെരുമാറുന്നുണ്ട്. എന്നോട് സംബന്ധിച്ച് അതല്ല. ഞാൻ 2014 അന്നത്തെ ജയിച്ച എംപിമാരിൽ, കേരളത്തിൻ്റെ എംപിമാർ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ഒരാളാണ്. പക്ഷേ 2019 എന്നോട് പോലും പറയാതെ എന്നെ ഒഴിവാക്കി. പരിഭവമില്ല. പക്ഷേ എന്നെ വർക്കിംഗ് പ്രസിഡൻ്റാക്കി എന്നെ ആ അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ എന്നെ മാറ്റി നിർത്തി. പിന്നീട് നേതൃത്വവുമായി സംസാരിക്കാൻ കഴിയും. അതായിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട പരാതി. എനിക്ക് സോണിയാജിയുടെ പരാതിയില്ല. അന്നും ഇന്നും എൻ്റെ ഭാര്യ ഷെർലി മരിച്ചപ്പോൾ എന്നോട് വിളിച്ച് സംസാരിച്ചയാളാണ്. പക്ഷേ രാഹുൽ അതല്ല. അദ്ദേഹം ഒരു വളയത്തിനുള്ളിൽ നിൽക്കുകയാണ്. ശ്രീ കെ വി തോമസ്, താങ്കൾ നേരത്തെ ആരോപണം. ശ്രീ കെ വി തോമസ്, ഇവിടെ താങ്കൾ തന്നെ പറഞ്ഞതുപോലെ താങ്കൾ വാർഡ് മെമ്പറിൽ തുടങ്ങി, താങ്കൾ കേന്ദ്രമന്ത്രി പദം വരെ എത്തി. അതിനിടയിൽ ചെറുതും വലുതുമായ ഒരുപാട് പദവികൾ താങ്കൾക്ക് കോൺഗ്രസ് തന്നു എന്ന് പറയും മട്ടിൽ തന്നെ തരൂരിൻ്റെ കാര്യത്തിലും അതുതന്നെ സംഭവിച്ചു. താങ്കൾ തന്നെ പറഞ്ഞു 2009 താങ്കൾ സോണിയാഗാന്ധിക്ക് മുന്നിൽ വെച്ച് തരൂരിനെ കാണുന്നത് പക്ഷേ ആദ്യമായി കാണുകയാണ്. ഞാൻ മനസ്സിലാക്കുന്ന തരൂർ രാജ്യത്താദ്യമായി അദ്ദേഹത്തിൻ്റെ വോട്ട് ചെയ്യുന്നൊരു തെരഞ്ഞെടുപ്പാണ് ആ വോട്ട്. അദ്ദേഹം ഇന്ത്യയിൽ ആദ്യമായി വോട്ട് ചെയ്ത ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ജയിക്കുന്നുണ്ട്. ആ തെരഞ്ഞെടുപ്പ് ജയിച്ച് അദ്ദേഹം മന്ത്രിയാവുന്നുണ്ട്. അതിനുശേഷം പിന്നീട് വന്ന ബാക്കി 1, 2, 3, 4 ടേമുകൾ അദ്ദേഹം MP ആവുന്നുണ്ട്. അദ്ദേഹം ഈ പറഞ്ഞ കഴിയുന്ന സമയത്തൊക്കെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ എന്താണ് കോൺഗ്രസിന് ഒറ്റ സീറ്റ് മാത്രമുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ അദ്ദേഹം അധ്യക്ഷനാവുന്നുണ്ട്. ഇപ്പോഴും അധ്യക്ഷനാവാൻ അദ്ദേഹം നാമനിർദ്ദേശമുണ്ട്. അദ്ദേഹം പ്രൊഫഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിരുന്നു. അദ്ദേഹം ഖർഗയ്ക്കെതിരെ മത്സരിക്കാൻ തീരുമാനിക്കുന്നു. അതിൽ നിന്ന് ഇറങ്ങി വന്ന് ഖർഗയ്ക്കെതിരെ മത്സരിക്കുന്നു. അവിടെ തോറ്റു കഴിയുമ്പം അദ്ദേഹം നേരെ CWSയിലേക്ക് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഏറ്റവും ഉന്നതാധികാര സമിതിയിലേക്ക് അദ്ദേഹം വീണ്ടും അതിനുള്ളിൽ കടന്നു കയറുകയാണ്. അതിനുശേഷം വീണ്ടും ഈ പറയുന്ന രീതിയിൽ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് അദ്ദേഹത്തിൻ്റെ പേര് കോൺഗ്രസ് നോമിനേറ്റ് ചെയ്യുകയാണ്. ശ്രീ കെ വി തോമസ്, തരൂർ ഇനി ആ കോൺഗ്രസിൽ ആഗ്രഹിക്കുന്ന പദവി ഏതാകും? പദവിയൊക്കെ പാർട്ടി കൊടുക്കുന്നതല്ലേ. പാർട്ടി കൊടുക്കേണ്ടത് അംഗീകാരമാണ്. ഉദാഹരണമായിട്ട് ഈ പാർലമെൻറ്റ് വന്നു, ഞാൻ ഡൽഹിയിലുണ്ട്, ശ്രദ്ധിച്ചതാണ്. ആ പാർലമെൻറ്റിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രതിപക്ഷത്തു നിന്ന് പ്രസംഗിക്കുമ്പോൾ ശശി തരൂരിനെ പോലെയുള്ളവർ പ്രയോജനപ്പെടുത്തണ്ടേ? പലപ്പോഴും പ്രസംഗിക്കുന്ന ആളുകൾ പറയുന്ന അവർക്കും മനസ്സിലാവുന്നില്ല, കേൾക്കുന്നവർക്കും മനസ്സിലാവുന്നില്ല. പക്ഷെ വ്യക്തതയോടുകൂടി, കാഴ്ചപ്പാടോടുകൂടി, പരിചയസമ്പന്നനായി പ്രസംഗിക്കാൻ കഴിയുന്ന ഒരാളാണ് ശശി തരൂർ. അദ്ദേഹത്തെ എന്ത് പ്രയോജനപ്പെടുത്തുന്നില്ല? പാർലമെൻറ്റിലെ പ്രധാനപ്പെട്ട കമ്മിറ്റികൾ, ഇപ്പോൾ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ്. ഞാൻ അതിൻ്റെ ചെയർമാനായിരുന്നു 3 പ്രാവശ്യം. ആ കമ്മിറ്റിയിൽ അദ്ദേഹം ചെയർമാൻഷിപ്പ് കൊടുത്താൽ എന്താ? അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ കുറച്ച് ഒന്നുകൂടി ശ്രദ്ധിക്കണം.